Hello my dear friends, welcome back to Teen Zone once again. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ബൈബിൾ സ്റ്റഡി സീരീസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്കിൾ തന്നിരിക്കുന്ന ടാസ്കുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. നമ്മൾ ഓരോരോ ബുക്സും ഓരോരോ ഉടമ്പടികളും നമ്മൾ കണ്ടങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുകയും നിങ്ങൾ വായിക്കുകയും നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. ബൈബിളിനെ പറ്റി പറയുമ്പോൾ ചെറിയ പ്രായത്തിലായിരിക്കുമ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുമ്പം നിങ്ങൾക്കൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പം ബൈബിൾ ഒരു കഥാപുസ്തകങ്ങളായിട്ട് തോന്നാം അല്ലേ? ബൈബിൾ സ്റ്റോറീസ് എന്നാണ് നമ്മൾ പറയുക. ആ സ്റ്റോറീസ് കുറച്ചുകൂടിയൊക്കെ നമ്മൾ വലുതായി കഴിഞ്ഞ് കഴിയുമ്പം ഒരു 10th ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം അത് സ്റ്റോറീസ് അല്ല, അതിൻ്റെ ഉള്ളിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് കുറേ ഡയറക്ഷൻസൊക്കെ തരുന്നു. നമ്മുടെ ജീവിതം എവിടെയെങ്കിലുമൊക്കെ നമ്മൾക്ക് ഒരു ആവശ്യമുള്ളപ്പോൾ നമ്മൾ ബൈബിൾ തുറന്ന് വായിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ദൈവവചനം നമുക്കൊരു വെളിച്ചമായി തോന്നുന്നു. അപ്പോൾ അതൊരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് തോന്നുന്നു. പിന്നെ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ നമ്മൾ ഈ കേട്ട ബൈബിൾ സ്റ്റോറീസും ഈ ഒരു ഗൈഡൻസിനും അപ്പുറം ഇതിൻ്റെ ഉള്ളിൽ വേറെയും വലിയ രഹസ്യങ്ങൾ, ദൈവത്തിൻ്റെ വലിയ രഹസ്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ജീവിതം ഇതുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നമ്മൾ തിരിച്ചറിയും. ഈ വചനം ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണെന്ന് നമ്മൾ തിരിച്ചറിയും. അത് യേശു തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന അങ്ങനെയുള്ള ഓരോ സ്റ്റേജസിലൂടെയാണ് നമ്മൾ ബൈബിളിനെ നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ ചെറിയവരാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോറീസായിട്ട് മനസ്സിലാക്കുക. പ്രായം കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ തെളിച്ചം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ സ്റ്റഡീസ് നമുക്ക് ആരംഭിക്കാം. അങ്കിൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, ഈ ബൈബിളിലെ വചനങ്ങൾ ഇതെല്ലാം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് എന്താണ്? അത് ഈശോ തന്നെയാണ്. മാംസമായ വചനമാണ് ഈശോ. അപ്പം ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എപ്പിസോഡിന് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, ദൈവത്തിൻ്റെ വചനം തുറക്കുവാനുള്ള ഒരു കീ ഉണ്ട്. അതേതാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് 119 സങ്കീർത്തനമാണ്. നമ്മളെപ്പോഴും ബൈബിൾ വായിക്കാനോ പഠിക്കുവാനോ ധ്യാനിക്കുവാനോ ഒക്കെ നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ 119 സങ്കീർത്തനം എടുത്തു വെച്ച് അതിൽ ഒത്തിരി വചനങ്ങളുണ്ട്. 176 വചനങ്ങളുണ്ട്. ബൈബിളിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ചാപ്റ്ററാണ്. അതെല്ലാം ദൈവവചനത്തെക്കുറിച്ചുള്ള ഒരു എക്സോർട്ടേഷനാണ്. അപ്പോൾ ഇതിലെ ഏതാനും വചനങ്ങൾ വായിച്ചിട്ട് നമുക്ക് തുടങ്ങാം. സാംസ് 119 വേഴ്സസ് 8 to 13. അതിങ്ങനെയാണ് പറയുന്നത്: അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും, എന്നെ പൂർണ്ണമായി പരിത്യജിക്കരുതേ. യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു, അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ, അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അപ്പോൾ ദൈവത്തോടുള്ളൊരു റിക്വസ്റ്റാണ്, ഗോഡ് ടീച്ച് മീ യുവർ സ്റ്റാറ്റ്യൂട്ട്സ് ആൻഡ് യുവർ വേർഡ്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത് ജോഷുവയുടെ പുസ്തകമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംഖ്യയുടെ ആ വലിയൊരു വിവരണമൊക്കെ നമ്മൾ കണ്ടു. 40 വർഷം ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ ദൈവത്താൽ നയിക്കപ്പെട്ട് കാനാൻ ദേശം വരെ അവരെ ദൈവം എത്തിക്കുന്നു. അതിനിടയിൽ ജനം മുഴുവനും പിറുപിറുപ്പും പരാതിയുമായിട്ട് ദൈവത്തിനെതിരെയും മോശയ്ക്കെതിരെയുമായിട്ടൊക്കെ അവർ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവം അതിലൊക്കെ കോപിക്കുന്നു, ഇടയ്ക്ക് ദൈവത്തിന് അതിൽ അനിഷ്ടമുണ്ടാകുന്നു. എന്നാലും ദൈവം തൻ്റെ ഉടമ്പടി എപ്പോഴും ഓർത്തുകൊണ്ട് അവരുടെ കൂടെ നടക്കുകയാണ്. അങ്ങനെ അവർ കാനാൻ ദേശത്തിൻ്റെ ജോർദാൻ്റെ ഇക്കരെ വരെ എത്തുന്ന സംഭവമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംഖ്യയുടെ പുസ്തകത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് കാണുന്നുണ്ട്, ദൈവം മോശയോട് പറഞ്ഞായിരുന്നു, ആ സംഖ്യയുടെ ആ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, മോശ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുകയില്ല എന്ന് ദൈവം മുൻകൂട്ടി പറഞ്ഞിരുന്നു. അപ്പോൾ മോശ ദൈവത്തോട് പറയുന്നുണ്ട്, ഈ ജനത്തിന് ഒരു പുതിയൊരു നേതാവിനെ കൊടുക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന. അത് സംഖ്യയുടെ പുസ്തകത്തിൽ 27-ാമത്തെ അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത്. അതിലെ 15-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: മോശ കർത്താവിനോട് അപേക്ഷിച്ചു, അവിടുത്തെ ജനം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആയി പോകാതെ എല്ലാ കാര്യങ്ങളിലും അവരെ നയിക്കാൻ സകല ജീവൻ്റെയും ദൈവമായ കർത്താവ് ഒരാളെ സമൂഹത്തിൻ്റെ മേൽ നിയമിക്കാൻ തിരുവുള്ളമാകട്ടെ. മോസസ് ഈസ് പ്ലീഡിങ് ടു ഗോഡ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നൂനിൻ്റെ മകനും ആത്മാവ് കുടികൊള്ളുന്നവനുമായ ജോഷുവയെ വിളിച്ച് അവൻ്റെ മേൽ നിൻ്റെ കൈവയ്ക്കുക. ഇസ്രായേൽ ജനം അവരെ അനുസരിക്കേണ്ടതിന് നിൻ്റെ അധികാരം അവന് നൽകുക. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു.
അവൻ ജോഷുവയെ വിളിച്ചു പുരോഹിതനായ എലിയാസറിൻ്റെ സമൂഹത്തിൻ്റെ മുമ്പാകെ നിർത്തി അവൻ്റെ മേൽ കൈകൾ വെച്ച് കർത്താവ് കൽപ്പിച്ചതുപോലെ അവനെ നിയോഗിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ജോഷുവയുടെ അനോയിൻറ്റിങ് നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണുന്നുണ്ട് മോശ മരുഭൂമിയിൽ വെച്ച് മരിക്കുന്നു. നമുക്കറിയാം അവിടെ അത് കഴിഞ്ഞ് ജോഷുവയുടെ നേതൃത്വത്തിലാണ് അവർ പിന്നെ മുമ്പോട്ടുള്ള യാത്രയൊക്കെ നയിക്കുന്നത്. അവർ ജോർദാൻ്റെ ഇക്കരെ വരെ എത്തുന്നു. ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ വലിയ ഒരു ഇടപെടൽ നമ്മൾ കാണുകയാണ്. എവിടെ? ജോർദാൻ നദി കടന്ന് വേണം അവർ ജെറിക്കോയിലേക്ക് ചെല്ലുവാൻ. അത് സംഖ്യയുടെ പുസ്തകം കഴിഞ്ഞ് നമ്മൾ ജോഷുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പം ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ജോഷുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ദൈവം ജോഷുവായ്ക്ക് ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഓരോ മിഷന് വിടുമ്പോഴും ദൈവം ആ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് അവരെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. ജോഷുവയെ ദൈവം ധൈര്യപ്പെടുത്തുകയും ദൈവം ജോഷുവയുടെ കൂടെ മോശയുടെ കൂടെ എന്ന പോലെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുക്കുകയാണ്. ആ ഭാഗം ഞാനൊന്ന് ജസ്റ്റ് വായിക്കാം. ജോഷുവ 1:5 മുതലുള്ള വചനങ്ങൾ. നിൻ്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക. ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ്. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഗോഡ് ഗിവ്സ് എ ബിഗ് പ്രോമിസ് ടു ജോഷുവ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ അതിനൊരു കണ്ടീഷനുണ്ട്. എന്താണ്? ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. ഹീസ് ടോക്കിംഗ് അബൌട്ട് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനവും കൽപ്പനകളും എപ്പോഴും ധ്യാനിക്കുകയും അതിനെക്കുറിച്ച് നമ്മളെപ്പോഴും നമ്മുടെ അധരത്തിലുണ്ടായിരിക്കണം. വി ഷുഡ് നോ ഇറ്റ് ബൈ ഹാർട്ട് സോ ദാറ്റ് വി വിൽ ബി ഏബിൾ ടു മെമ്മറൈസ് ഇറ്റ് ആൻഡ് യൂസ് ഇറ്റ് അറ്റ് ദ റൈറ്റ് ടൈം. അതാണ് ഈ വചനം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത. നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലമോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമോ വരുമ്പോഴല്ല നമ്മൾ ബൈബിൾ എടുക്കാൻ ഓടേണ്ടത്. ദാറ്റ് ഇസ് വൈ വി ഓൾവേസ് അഡ്വൈസ് യു ടു ലേൺ ദ വോഗിയ ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ ദിസ് ടീൻ സോൺ. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ എവിടെയാണ് നമുക്ക് ഈ വചനം ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ നമുക്കത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കുകയും ദാറ്റ് വേർഡ് വിൽ ടേക്ക് കൺട്രോൾ ഓവർ ദാറ്റ് സിറ്റുവേഷൻ. മോശയോട് പറയുകയാണ് എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട് പിന്നീട് ജോഷുവ 2-ാമത്തെ ചാപ്റ്ററിലേക്ക് എത്തുമ്പം ചാരന്മാരെ അയക്കുകയാണ്. എവിടേക്ക്? 2 പേരെ വിടുന്നുണ്ട്. ജെറിക്കോ പട്ടണത്തിലേക്ക് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരണം. അവിടെ റാഹാബ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കൂടെ അവർ താമസിക്കുന്നു. റാഹാബിൻ്റെ കഥയൊക്കെ നമ്മൾ കാണുന്നത് 2-ാമത്തെ അധ്യായത്തിലാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും റാഹാബ് പറയുന്നുണ്ട്, ഇസ്രായേൽ ജനത്തിനെ പറ്റി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവർ ചെങ്കടലൊക്കെ ക്രോസ് ചെയ്ത് വന്ന കഥകൾ ഞങ്ങൾക്കറിയാം. വരുന്ന വഴിയെ നിങ്ങൾ വലിയ രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങളുടെ ആൾക്കാർ നിങ്ങളെ പേടിച്ചിരിക്കുകയാണ് എന്നൊക്കെ റാഹാബ് ഈ 2 സ്പൈസിനോട് പറയുന്നുണ്ട്. അവർ തിരിച്ചു വന്നിട്ട് ജോഷുവയുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നീട് 3-ാമത്തെ അധ്യായത്തിലാണ് ജോഷുവ ഈസ് ഇനീഷ്യേറ്റിംഗ് ദ ഫസ്റ്റ് എൻട്രി ക്രോസിംഗ് ദ ജോർഡൻ. അതിലെ 3-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ വചനം ജോഷുവ ഒരു മിഷന് പോകുന്നതിന് മുമ്പേ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്. ജോഷുവ ജനത്തോട് പറഞ്ഞു, 3-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ജോഷുവ പറയുകയാണ്, വെൻ യു ആർ ഗോയിങ് ഫോർ എ മിഷൻ ഇൻ അവർ ലൈഫ് വി ഷുഡ് സാങ്ക്ടിഫൈ അവർ സെൽഫ്. നമ്മൾ പാപങ്ങളൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുവാനുള്ള ഒരു പ്രയത്നം നമ്മൾ നടക്കുമ്പോഴാണ് ഈ ദൈവത്തിൻ്റെ മിഷൻ നമ്മളിൽ പൂർത്തീകരിക്കപ്പെടുക. സോ വെൻ വി ആർ കിഡ്സ് ഓൾസോ വി ഷുഡ് ലേൺ ടു ബി ഹോളി. ഗോഡ് ഈസ് കോളിംഗ് അസ് ടു ബി ഹോളി. നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന എല്ലാം കണ്ട് എല്ലാത്തിൻ്റെ അകത്ത് ഇടപെട്ട് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നമ്മൾ ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുക, അതാണ് നമ്മുടെ ഒരു നോർമൽ ടെൻഡൻസി അല്ലേ? Sunday we are all very good people. We go to church, we pray, we attend Sunday school and all those things. But the rest of the 6 days also we are called to be holy. നമ്മൾ എപ്പോഴും തിരിച്ചറിയണം, our God is a God who is with us, in us. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾക്ക് വിശുദ്ധി വേണം. അതുകൊണ്ടാണ് ജോഷുവ പറയുന്നത്, നാളെ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ. Whenever there is an effort from our part
to forsake all the worldly things and the evil ones, God's presence will increase in us. സോ ഇത് നമ്മൾ എപ്പോഴും തിരിച്ചറിയണം. അങ്ങനെ ജോഷുവ അവരോട് പറഞ്ഞിട്ട് ജോഷുവ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ആദ്യമേ നിങ്ങളുടെ മുമ്പിൽ എന്തു പോകും? ഈ ഒരു ജേണി തുടങ്ങുമ്പോൾ ആദ്യമേ പോകുന്നത് വാഗ്ദാന പേടകമാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് മോശയുടെ കാലം തൊട്ടേ ഇസ്രായേൽ ജനം പോരുമ്പോൾ എപ്പോഴും ആ ദൈവസാന്നിധ്യം എന്ന് പറയുന്നത് ഈ വാഗ്ദാന പേടകത്തോട് ചേർത്ത് വെച്ചിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്? അതിൽ 10 കമാൻഡ്മെൻറ്റ്സ് ഉണ്ട്, മന്നായുണ്ട്, അതിൻ്റെ പുറത്ത് അഹ്റോൻ്റെ വടിയുമുണ്ട്. ഇത് മൂന്നുമാണ് വാഗ്ദാന പേടകത്തിനോട് ചേർന്ന് പോകുന്ന 3 കാര്യങ്ങൾ. ദാറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഈ വാഗ്ദാന പേടകമെടുത്ത് ഈ പുരോഹിതന്മാർ മുമ്പോട്ട് നടക്കുന്നു. അവർ ആ ജോർഡാൻ ക്രോസ് ചെയ്യാനായിട്ട് അവരുടെ കാലുകൾ ആ വെള്ളത്തിൽ തൊടുന്നത് വരെ, ജോർഡൻ എന്ന് പറയുന്ന വലിയൊരു റിവറാണ്, അതിങ്ങനെ ഭയങ്കര ശക്തിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെങ്ങനെ ക്രോസ് ചെയ്യുന്ന അറിയില്ല. ജോഷുവ പറഞ്ഞു, നിങ്ങൾ ഈ പുരോഹിതരുടെ പുറകെ പോകണം. അവർ വാഗ്ദാന പേടകമെടുത്ത് മുമ്പേ പോകും. ആ പുരോഹിതന്മാർ ആ ജോർദാനിൽ കാല് കുത്തി ആ നിമിഷം ജോർദാൻ ഒഴുക്ക് നിന്നു. ബിഗ് മിറക്കിൾ ഇസ് ഹാപ്പനിങ് ബിക്കോസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഇസ് ദെയർ. എന്നിട്ട് ഈ ജനം മുഴുവനും ഈ ജോർഡൻ ക്രോസ് ചെയ്ത് ജെറിക്കോയുടെ അവിടെ വരെ ചെല്ലുകയാണ്. ഇതൊക്കെ വലിയ അത്ഭുതങ്ങളാണ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടായിരുന്നു, മോശ ഈജിപ്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ചെങ്കടലിന് മുമ്പിൽ എത്തുമ്പോൾ ചെങ്കടൽ വിഭജിച്ചതുപോലെ തന്നെ ഇവിടെ വേറൊരു അത്ഭുതം ദൈവം നടത്തുകയാണ്. ദൈവം പറഞ്ഞു, മോശയോടെന്ന പോലെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ദ പ്രസൻസ് ഓഫ് ഗോഡ് ഇസ് വാട്ട് മേക്സ് ദ മിറക്കിൾസ് ഹാപ്പൻ. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോകുന്ന ജനം 6-ാമത്തെ അധ്യായത്തേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നുണ്ട് ദ ഫോൾ ഓഫ് ജെറിക്കോ. ദൈവം ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾ ജെറിക്കോനെ കീഴടക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്കറിയാം, ദിസ് ഇസ്രായേൽ പീപ്പിൾ ആർ ഭയങ്കര ടയേർഡായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അതിലെല്ലാം യങ്സ്റ്റേഴ്സാണ്. എൽഡേഴ്സ് എല്ലാം മിക്കവാറും മരുഭൂമിയിൽ തന്നെ മരിച്ചുപോയി. കാരണം അവർ ദേ റിബെൽഡ് അഗെയിൻസ്റ്റ് ഗോഡ്. സോ ഗോഡ് സെഡ് നൺ ഓഫ് യു വിൽ എൻറ്റർ ദി പ്രോമിസ് ലാൻഡ്. എന്നിട്ട് ആ ജനറേഷൻ കഴിഞ്ഞു വരുന്ന ഒരു ജനറേഷനാണ് ഈ പ്രോമിസ് ലാൻഡ് കീഴടക്കാൻ, ജെറിക്കോ കീഴടക്കാൻ പോകുന്നത്. സോ ദേ ആർ നോട്ട് വെൽ എക്യുപ്ഡ്. അപ്പോൾ ദൈവത്തിന് അറിയാം ഇവരുടെ വീക്ക്നെസ്. സോ ഗോഡ് ഹിംസെൽഫ് വിൽ കം ആൻഡ് ടേക്ക് കൺട്രോൾ ഓഫ് ദ സിറ്റുവേഷൻ, ബട്ട് ഗോഡ് വിൽ ഗിവ് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ്. അങ്ങനെ ആദ്യം കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ് 6-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം. നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം. അങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പുകൊണ്ടുള്ള 7 കാഹളം പിടിച്ച് വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിലൂടെ നടക്കണം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും വേണം. അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്തട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിൻ്റെ മതിൽ നിലം പതിക്കും. നിങ്ങൾ നേരെ ഇരച്ചു കയറുക. ഈ പുരോഹിതന്മാർ 6 ദിവസം ഈ വാഗ്ദാന പേടകം എടുത്ത് ഈ ജെറിക്കോ പട്ടണത്തിന് ചുറ്റും വലയം വെക്കണം. ജെറിക്കോ പട്ടണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫോർട്ടിഫൈഡ് ഒരു സിറ്റിയാണ്. വലിയ മതിലുകളും വലിയ കോട്ടകളൊക്കെ കെട്ടി അങ്ങോട്ടൊന്നും കയറാൻ പോലും പറ്റില്ല. അതിൻ്റെ മേളിൽ മുഴുവൻ പട്ടാളക്കാരൊക്കെ ആയിട്ട് അവർ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വലിയൊരു ഫോർട്രസ്സാണ്. അപ്പോൾ അതിനെ കീഴടക്കാനായിട്ട് ദൈവം പറയുന്നത് എന്താണ്? ഇതിന് ചുറ്റും നടക്കണം. പുരോഹിതന്മാർ ഇത് വെച്ച് 6 ദിവസം ഇതിന് ചുറ്റും 1 പ്രാവശ്യം നടക്കുക. 7-ാം ദിവസം 7 പ്രാവശ്യം ഇതിനെ വലയം വെച്ചിട്ട് ഈ പുരോഹിതന്മാർ ഈ കാഹളം ഊതുമ്പോൾ ജനത്തിനോട് തട്ടഹസിക്കാൻ പറയുകയാണ്. ഇതിനാണ് നമ്മൾ ജെറിക്കോ പ്രെയർ എന്നൊക്കെ പറയുന്നത്, അല്ലേ? വെൻ വി ഹാവ് ടു കോൺകർ സംതിങ് വിച്ച് ഗോഡ് ഇസ് ഡിസ്റ്റൈനിങ് അസ്, വി ഹാവ് ടു ഗോ അക്കോർഡിംഗ് ടു ഗോഡ്സ് വേർഡ്സ്. അപ്പോൾ ഇവിടെ ദൈവം എന്താ പറഞ്ഞത്? അവരോട് നേരെ പോയി യുദ്ധം ചെയ്യാനൊന്നും പറഞ്ഞില്ല. ദൈവം പറഞ്ഞത്, ഞാൻ പറയുന്നത് പോലെ ഇതിന് ചുറ്റും വലയം വെക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ ജെറിക്കോ പ്രെയർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ സിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ സ്ഥലത്തിന് ചുറ്റും ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ജെറിക്കോ പ്രെയറിൻ്റെ റിയൽ സ്ഥലം സംഭവിച്ചത് ഇവിടെയാണ്. അങ്ങനെ 7-ാമത്തെ ദിവസം അവർ തട്ടഹസിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഒരു വാളും ഒരു യുദ്ധവും ചെയ്യാതെ ഈ ജെറിക്കോ കോട്ട മുഴുവനും തകർന്ന് വീഴും. എന്നിട്ട് ഈ ജോഷുവയും ബാക്കിയുള്ള ഇസ്രായേൽ ജനം അകത്തോട്ട് കയറി അവർ ആ കോട്ട മുഴുവനും പിടിച്ചടക്കുന്നു. അങ്ങനെ നമ്മൾ ആ വലിയൊരു ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ കാണുകയാണ്. അത് ഭയങ്കര ഒരു ഇവൻ്റാണ്. ചെങ്കടൽ ക്രോസ് ചെയ്തതിന് ശേഷമുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഈ ജെറിക്കോ കോട്ട തകർന്ന് വീഴുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടി പറയാം. അപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കാം, ഈ ജെറിക്കോയിലുള്ള എല്ലാവരെയും ഇങ്ങനെ ദൈവം കൊല്ലാനായിട്ട് അനുവദിക്കുമോ? അവർ മനുഷ്യരല്ലേ? അപ്പോൾ നമ്മുടെ ഗോഡ് ഒരു ഈവിൾ ഇതാണോ? കുറേ പേരെ കൊന്നിട്ട് നമ്മൾക്ക് ജോഷുവയ്ക്ക് ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കുന്നു? അങ്ങനെയല്ല. ഈ ജെറിക്കോ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അകത്ത് എല്ലാം ഈവിൾ പ്രാക്ടീസസാണ്. അവിടെ കൊച്ചുകുട്ടികളെ ബലി കഴിക്കുന്നു. അവിടെ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങൾ ഭയങ്കരമായിട്ട് പെരുകി വന്ന് അവിടെ ഈവിളുടെ വലിയൊരു പ്രസൻസ് അവിടെ ഉള്ളപ്പോഴാണ് ദൈവം അതിനെ ഓവർകം ചെയ്യാനായിട്ടാണ് ദൈവം ജോഷുവേനെയും ബാക്കി കൂട്ടുകാരെയും അങ്ങോട്ടേക്ക് വിടുന്നത്. സോ wherever there is evil,
ഗോഡ് വിൽ ഓൾവേസ് പണിഷ് ദെം. അത് ഇസ്രായേൽ ജനമാണെങ്കിൽ പോലും നമ്മൾ പിന്നീട് അങ്ങോട്ട് കാണും. നമ്മൾ ഈ ജോഷുവ ഈ കാനാൻ ദേശം കീഴടക്കിയ ശേഷം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണും, വെനെവർ ദ ഇസ്രായേൽ പീപ്പിൾ ഓൾസോ ഡസ് ഈവിൾ, ഗോഡ് പണിഷസ് ദം ബൈ അലൗവിങ് അതർ നേഷൻസ് ടു കം ആൻഡ് കോൺകർ ദം ആൻഡ് എൻസ്ലേവ് ദം. അത് ദൈവം എപ്പോഴും നീതിമാനാണ്. അപ്പോൾ ബാക്കിയുള്ള ദേശങ്ങൾ തിന്മ ചെയ്ത് അത് പെരുകി അതിൻ്റെ പീക്കിലെത്തുമ്പം ദൈവത്തിൻ്റെ ജനത്തെ വിട്ട് അവരെ കോൺകർ ചെയ്യുകയും അവരെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യും. Same thing happens to the Israel people also. When they go away from God's commandments and God's rules and commit adultery and other evil, God allows other people to come and enslave them. അപ്പോൾ ദൈവം എപ്പോഴും നീതിമാനാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ജെറിക്കോ കീഴടക്കുന്നു. പിന്നെ അടുത്തതായിട്ട് ആയി പട്ടണം, 8ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പം ആയി പട്ടണം എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണം കീഴടക്കുന്നു. 10ാമത്തെ ഇതിലേക്ക് എത്തുമ്പോൾ അമോര്യരെ കീഴടക്കുന്നു. അമോര്യർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? 10ാമത്തെ ചാപ്റ്ററിൽ അമോര്യർ, നമ്മൾ ഇതിനു മുമ്പത്തുള്ള കാര്യം പറഞ്ഞു. നോഹയുടെ പുത്രന്മാരായ ഷേം, ജാഫത്ത് ആൻഡ് ഹാം, അതിൽ ഹാമിൻ്റെ സന്തതി പരമ്പരയിൽ വരുന്ന ഒരു ബാഡ് സീഡ് ലൈനാണ് ഈ അമോര്യർ എന്ന് പറയുന്നത്. സോ ഗോഡ് ഓൾവേസ് കീപ്സ് ദിസ് ബാലൻസ്. എപ്പോഴും ദൈവം ഈ രണ്ട് കൂട്ടരെയും ഒരുപോലെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വന്നിട്ട് ഈ ഇസ്രായേൽ ജനത്തിനെ എതിരെ ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ ഗോഡ് ഗിവ്സ് ദെം അപ്പർ ഹാൻഡ്. ഇവിടെ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. 10ാമത്തെ അധ്യായത്തിൽ ദൈവം ജോഷുവ അവിടെ ഒരു കമാൻഡറായിട്ട് നിൽക്കുകയാണ്. 10ാമത്തെ അധ്യായം 12ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമോര്യരെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷുവ അവിടുത്തോട് പ്രാർത്ഥിച്ചു. അനന്തരം അവർ കേൾക്കെ പറഞ്ഞു, സൂര്യ നീ ഗിബയോനിൽ നിശ്ചലമായി നിൽക്കുക, ചന്ദ്ര നീ അയ്യല്ലോൺ താഴ്വരയിലും നിൽക്കുക. അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു, ചന്ദ്രൻ അനങ്ങിയതുമില്ല. ജോഷുവ കമാൻഡഡ് ആൻഡ് ദ സൺ സ്റ്റുഡ് സ്റ്റിൽ. അത്രയും പവർ, ദൈവത്തിൻ്റെ പവർ ജോഷുവയുടെ അനോയിൻറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഇസ്രായേൽ ജനം അവരെ തോൽപ്പിക്കുന്നത് വരെ, അമോര്യരെ തോൽപ്പിക്കുന്നത് വരെ സൂര്യൻ അസ്തമിച്ചില്ല. കാരണം ആ ദിവസം അവർക്കത് തോൽപ്പിക്കണമായിരുന്നു. അങ്ങനെ ദൈവം അവരെ കൂടെ നിന്ന് പ്രകൃതി പോലും ദൈവഹിതത്തിന് വഴങ്ങി. അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെ വന്ന് അവരെല്ലാം കീഴടക്കുകയാണ്. ഈ പറയുന്ന ഓരോ പട്ടണങ്ങളിലുള്ള ഓരോ ആൾക്കാരെ അവർ തോൽപ്പിച്ച് അവരങ്ങനെ ആ വിക്ടറി റണ്ണാണ്. 12ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പം നമ്മൾ മുഴുവനും കാണുകയാണ് ജോഷുവ ഇങ്ങനെ ഓരോ ആൾക്കാരെ കീഴടക്കിയ രാജാക്കന്മാരുടെ വലിയ ലിസ്റ്റുകളൊക്കെ അവിടെയുണ്ട്. പിന്നെ 13ാമത്തെ അധ്യായം എത്തുമ്പോഴത്തേക്കും ഈ കീഴടക്കിയ രാജ്യങ്ങളൊക്കെ ജോഷുവ ഇസ്രായേലിൻ്റെ ഓരോ ട്രൈബ്സിന് അത് വിഭജിച്ച് കൊടുക്കുകയാണ്. അപ്പം ജോഷുവയെ ദൈവം ഏൽപ്പിച്ച 2 മിഷൻസാണ്. ആദ്യത്തെ മിഷൻ എന്ന് പറയുന്നത് ജെറീക്കോനെ കീഴടക്കുക. ജെറീക്കോ പട്ടണം കീഴടക്കിയ ശേഷം കാനാൻ ദേശത്തിൻ്റെ നല്ലൊരു ഭാഗം സ്വന്തമാക്കി അത് ഇസ്രായേൽ ജനത്തിന് വിഭജിച്ചു കൊടുക്കുക. നമുക്കറിയാം അല്ലേ, 12 ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ ദേ ബിൻ ഗിവൺ. ഈ ഓരോ ഭാഗങ്ങളും അവർക്കായിട്ടുള്ള ഓരോ ഗോത്രങ്ങൾക്കും ജോഷുവയാണ് അതെല്ലാം വിഭജിച്ച് നൽകുന്നത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് അതെല്ലാം നമുക്ക് ഈ പറയുന്ന ഒരു 21ാമത്തെ അധ്യായം വരെ, ഒരു 13ാമത്തെ അധ്യായം തൊട്ട് 21ാമത്തെ അധ്യായം വരെ ഇങ്ങനെ ഈ ഇസ്രായേലിലെ ഗോത്രങ്ങൾക്ക് കൊടുക്കുന്ന ഓരോ ഗോത്രങ്ങളുടെ അവകാശങ്ങൾ അവർക്ക് ഇന്ന സംഗതികളാണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നതാണ്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് 23ാമത്തെ അധ്യായം എത്തുമ്പോൾ നമ്മൾ കാണുന്നു 23ാമത്തെ അധ്യായം ജോഷുവ അവസാന കാലഘട്ടങ്ങളായി. ജോഷുവ ഈ ഒരു മിഷൻ പൂർത്തീകരിച്ചിട്ട് ജോഷുവ ഈസ് ടേക്കിംഗ് ഹിസ് ലാസ്റ്റ്. അപ്പോൾ നമ്മൾ അവിടെ കാണുന്നുണ്ട് 23ാമത്തെ അധ്യായം 10 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുന്നു. ജോഷുവ ആ ഇസ്രായേൽ ജനത്തിനോട് പറയുകയാണ്, കർത്താവ് എങ്ങനെയാണ് നമ്മുടെ കൂടെ നടന്ന് നിങ്ങൾക്ക് ഈ വാഗ്ദാനത്തെ ഭൂമി എങ്ങനെ നിങ്ങൾക്ക് നൽകിയെന്നുള്ളത് ജോഷുവ ആ ഇസ്രായേൽ ജനത്തിനോട് പറയുകയാണ്. 10ാമത്തെ വചനം: നിങ്ങളിൽ ഒരാൾ 1000 പേരെ തുരത്തുന്നു. കാരണം നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ ദൈവമായ കർത്താവ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾ ഉത്സുകരായിരിക്കണം. അങ്ങനെ ജോഷുവ പറയുകയാണ്, നിങ്ങൾ ഒരാൾ 1000 പേരെ പോലെയാണ്. ഇന്നും ഇസ്രായേൽ ജനം അങ്ങനെയാണ്. 1 ഇസ്രായേലിറ്റ് ഈസ് ഗുഡ് ഇനഫ് ഫോർ 1000 പീപ്പിൾ ഓഫ് അതർ നേഷൻസ്. അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത ജനത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. നമ്മളിപ്പോഴും കാണുന്നില്ല കുറേ യുദ്ധങ്ങളൊക്കെ, അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നീട് നമ്മൾ 24ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ജോഷുവ മരിക്കുന്നു. എന്നിട്ട് ജോഷുവ 24ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തോടുകൂടി ജോഷുവ മരിക്കുകയാണ്. അതിന് മുമ്പ് ഷെക്കെമിലെ ഉടമ്പടി എന്ന് പറഞ്ഞിട്ട് ജോഷുവ ഗിവ്സ് ദ ഫുൾ ബൈബിൾ നെറേറ്റീവ് ദെയർ. സോ ഫാർ
വാട്ട് ഹാസ് ബീൻ ദ ഹിസ്റ്ററി ഓഫ് ദ ഇസ്രായേലൈറ്റ്സ്. അത് മുഴുവനും ജോഷുവ ഈ ശെക്കെമിലെ ഉടമ്പടി എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനത്തിൻ്റെ എല്ലാ ശ്രേഷ്ഠരെയും വിളിച്ച് ആ നമ്മൾ കീഴടക്കിയ രാജ്യങ്ങളിലെ എല്ലാവരെയും തുരത്തി ഇസ്രായേൽ ജനത്തിന് അതെല്ലാം വിഭജിച്ച് കൊടുത്ത ശേഷം അവരെല്ലാം ചേർത്ത് വെച്ചിട്ട് ജോഷുവ ശെക്കെമിലെ ഉടമ്പടി എന്ന് പറഞ്ഞിട്ട് ഹി പ്രൊക്ലെയിംസ് ദിസ് ഫുൾ നെറേറ്റീവ്. ഇത് നമ്മുടെ ബൈബിളിലെ ഒരു കോംപ്രിഹെൻസീവ് സ്റ്റഡി എന്ന് പറയുന്നത് ജോഷുവയുടെ ശെക്കെമിലെ ഉടമ്പടിയാണ്. അവിടെ വെച്ച് ജോഷുവ മേക്സ് ദ ഇസ്രായേലൈറ്റ്സ് കമ്മിറ്റ് ടു ഗോഡ് ആൻഡ് ഗോഡ്സ് വേസ്. അതിങ്ങനെയാണ്, അത് വലിയൊരു പാസേജാണ്. അതിൻ്റെ ജസ്റ്റ് ഒരു അവസാന ഭാഗം മാത്രം ഞാൻ വായിക്കാം. 24-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് ജോഷുവ അത് പറഞ്ഞു നിർത്തുന്നത്. ആകയാൽ കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുവിൻ. ഈജിപ്തിലും നദിക്കക്കരെയും നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ചിരുന്ന ദേവന്മാരെ ഉപേക്ഷിക്കുക, കർത്താവിനെ സേവിക്കുവിൻ. എന്നിട്ട് ജോഷുവ പറയുകയാണ് 24:15 എന്താണ് പറയുന്നത്? കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുവിൻ. എന്നിട്ട് പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ആസ് ഫോർ മീ ആൻഡ് മൈ ഹൗസ് വി വിൽ സെർവ് ദ ലോർഡ്. അങ്ങനെ ജോഷുവ അതിനുശേഷം മരിക്കുന്നു. അപ്പോൾ ജോഷുവയ്ക്ക് 110 വയസ്സായിരുന്നു. അവർ അവനെ ഗാഷ് മലയുടെ വടക്ക് എഫ്രായിം മലമ്പ്രദേശത്തുള്ള അവൻ്റെ അവകാശ സ്ഥലമായ തിംനോത്ത് സോറായിൽ സംസ്കരിച്ചു. അങ്ങനെ ജോഷുവയുടെ വളരെ ഇവൻറ്റ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് സ്പാൻ അവിടെ തീരുകയാണ്. സോ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഇസ്രായേൽ ജനം ദൈവത്തോട് പൂർണ്ണമായി സഹകരിച്ചത്. വി ഡോണ്ട് സീ എനി റിബല്യൻ ഹിയർ. അതുകൊണ്ട് തന്നെ ജോഷുവയുടെ നേതൃത്വത്തിലുള്ള അവരുടെ കോൺക്വസ്റ്റ് എല്ലാം ഫ്രൂട്ട്ഫുള്ളായിരുന്നു, വെരി സക്സസ്ഫുൾ. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഏരിയയിൽ മാത്രം ആയി പട്ടണം കീഴടക്കുന്നതിന് മുമ്പ് മാത്രം അവരൊരു ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. അതവർ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നീട് അങ്ങോട്ട് അവരുടെ എല്ലാ കോൺക്വസ്റ്റും ദൈവം അവർക്ക് കൂടെ നിന്ന് അവരെ സഹായിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. സോ ഇൻ കോൺട്രാസ്റ്റ് ടു ദ ബുക്ക് ഓഫ് നമ്പേഴ്സ്, സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് മുഴുവനും മരുഭൂമിയിലായിരുന്ന ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ പിറുപിറുക്കുകയും പരാതി പറയുകയും ചെയ്യുന്നതാണെങ്കിൽ ജോഷുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അത് മുഴുവനും അവർ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജോഷുവയുടെ നേതൃത്വത്തെ അംഗീകരിച്ച് അവർ ദൈവം പറഞ്ഞ കാര്യങ്ങളും ജോഷുവ പറഞ്ഞ കാര്യങ്ങളും ചെയ്ത് അവർ ആ കാനാൻ ദേശം മുഴുവനും സ്വന്തമാക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ കാണും ആസ് വി എൻ്റർ ദ ബുക്ക് ഓഫ് ജഡ്ജസ്. God bless you all. Lord, I was with Moses when he handed down these commandments. I was witness to the covenant, the promise of a holy nation. Help me to forge that nation, to lead your people, to inherit their land. Joshua! The Lord brought us out from Egypt. He promised us this land. Soon, it will be ours. Come. Are you ready? We'll search the whole city. Just find me a way in. We must take Jericho. It's all that stands between us and the Promised Land. Rahab, my little whore. What are you doing out? You know it's not safe. Safe enough. No one is safe. I can look after myself. Everyone, return to your homes! You're Israelites. You've heard about us? You have a God who commands the winds and parts the seas. He saved us from slavery. We are his chosen. This whole city is terrified of you. How can we fight a people whose God can do that? Open up! Back inside! Open the door!
Can we get out that way? Help us, and we will help you. Go. I'll store them if I can. Open the door! Come with us. I can't. My family. When our army comes, hang this on your door, so they will know not to harm you. You'll be passed over. Joshua! Tell me, did you find a way in? Is there a witness? Not in the walls, but in their hearts. Joshua, we met a woman. She thinks God has taken the city already. The people melt in fear because they know he is with us. God is with us. But we've still to find a way in. Moses. My old friend. What would you do? Lord, when I was a slave, you showed me your love and your power. You have given me new life. Would you have us turn back? Who? Who are you? I pray you are with us, and not with our enemies. I'm with God, commander of the Lord's army. What does he ask of us? The Lord parted the waters for Moses. For you. He will split rock. This is what you must do. March around the city once a day with all the armed men. Do this for 6 days. Carry the ark with you. It contains God's commandments, and he is with you. Then, on the 7th day, march around the city 7 times. Then the priests should make a long blast with the ram's horn. As soon as you hear the sound of the trumpet, Rahab the prostitute and her family may be spared. For God said she must be spared for the help she gave us.
We obey the Lord! Anything is possible! Israel. So friends, today's Vogia is Joshua 3:5. Sanctify yourselves, for tomorrow the Lord will show wonders among you. Let's do it in action. Joshua 3:5. Sanctify yourselves, for tomorrow the Lord will show wonders among you. Let's do it one more time. Joshua 3:5. Sanctify yourselves, for tomorrow the Lord will show wonders among you. Thank you. Saint Mary Magdalene. Saint Mary Magdalene is one of the greatest saints of the Bible and a legendary example of God's mercy and grace. She was present with Christ during his public ministry, death, and resurrection. She is mentioned at least a dozen times in the Gospels. Despite the scholarly dispute over her background, what she did in her subsequent life after meeting Jesus is much more significant. She was certainly a sinner whom Jesus saved, giving us an example of how no person is beyond the saving grace of God. Mary watched the crucifixion along with other women who followed Christ during his ministry. Mary was present when Christ rose from the dead, visiting his tomb to anoint his body, only to find the stone rolled away and Christ very much alive. She was the first witness to his resurrection. After death of Jesus and his resurrection and ascension to heaven, Mary Magdalene spent the remaining years of her life living in solitude in a cave. Her feast day is on July 22nd. She is the patron saint of converts, repentant sinners, sexual temptations, and women. 3 years ago, Pope Francis elevated the July 22nd liturgical memorial of Saint Mary Magdalene to the dignity of a feast day to be celebrated universally throughout the Church on par with the feasts of the Apostles. He also gifted the great saint with the title of Apostle to the Apostles, an ancient designation first tokened in part by St. Thomas Aquinas himself.